തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രകാശ്, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്? ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിൽ ആണ് പ്രതി ഡോക്ടർ റുവൈസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ഉപാധികളോടെ ജാമ്യം നൽകുകയും ചെയ്ത് ജസ്റ്റിസ് ടി ഗോപിനാഥാണ് ജാമ്യം അനുവദിച്ചത്. ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ജാമ്യം നൽകിയത്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ മിടുക്കിയായ ഒരു വനിതാ ഡോക്ടറുടെ ജീവിതം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഇടപെടൽ, ഒപ്പം സ്ത്രീധനം ചോദിച്ചുകൊണ്ട് നടത്തിയ സമ്മർദ്ദം എന്നീ കാര്യങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല പരിഷ്കൃത സമൂഹത്തിനെന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ടായിരുന്നു. എന്നാൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയുടെ പഠനം ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് റുവൈസിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ സഹപാഠി കൂടിയായിട്ടുള്ള ഡോക്ടർ റുവൈസിനെ ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. നേരത്തെ ഇദ്ദേഹത്തിന്റെ റുവൈസിന്റെ പിതാവിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു.